പൈസ നമുക്ക് ഉണ്ടാക്കാം, അതൊക്കെ വരും. ഒരു ജീവൻ നാളെ നമുക്കൊരു കുറ്റബോധം തോന്നിയാൽ, ഈ പെരുന്നാളൊക്കെ ആഘോഷിച്ച് വിഷുവൊക്കെ ആഘോഷിച്ച് എല്ലാം കഴിയുമ്പോൾ ഒരു കുറ്റബോധം തോന്നിയാൽ ഇന്ന് ഇപ്പം ഇച്ചിരി കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല അല്ലേ? ഇപ്പം ചെയ്യണം. നിങ്ങളുടെ മനസ്സിൻ്റെ വലുപ്പം ഇപ്പം കാണിക്കണം. മലയാളികൾ സംഭവം ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെളി വാരി എറിയോ ഇത്രയൊക്കെ പാരവയ്പ്പൊക്കെ ഉണ്ടെങ്കിലും ഒരാവശ്യം വന്നാലല്ല, ഒരത്യാവശ്യം വന്നാൽ ഒരുമിച്ച് കട്ടയ്ക്ക് നിൽക്കും. അതാണ് മലയാളി. ആ ഉമ്മാക്ക് മുമ്പിൽ ദൈവത്തെ പോലെ പ്രത്യക്ഷപ്പെട്ട മനുഷ്യൻ. മലയാളി ശക്തി, മലയാളി ബ്രെയിൻ അത് നടക്കും. അതുകൊണ്ടാണ് ഓരോ മിനിറ്റിലും ആപ്പിലൂടെ പൈസ കയറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? 2.40 ഉണ്ടായിരുന്നത് 14 കോടി എത്തി. തീർച്ചയായിട്ടും നാളെ അതൊരു 20 കോടിയെങ്കിലും ആവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ നിങ്ങളെ വിശ്വസിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ എണ്ണണം. പിന്നെ ഇവിടെ ജാതി മതം ഒന്നും നോക്കണം. കോമാളി എന്ന് വിളിച്ചവരോട് പോരാളി എന്ന് വിളിപ്പിച്ച മനുഷ്യൻ. അമ്പലത്തൊന്നും തരുന്നുണ്ട്, എല്ലാവരും തരുന്നുണ്ട്. ഇപ്പൊ അടുത്തിടെ ഒരു ന്യൂസ് വായിച്ചു. ഒരു ബസ്സിൽ ഒരാൾ പോക്കറ്റ് അടിച്ചിട്ട് ബസ്സിലുള്ളവരെ കൂടെ അയാളെ തല്ലി കൊല്ലാൻ പോയി. ആളിടിച്ച് യാഥാർത്ഥ്യ കേരള സ്റ്റോറിയിലെ സൂപ്പർ സ്റ്റാർ പിന്നെ പിടിച്ചു ഒറിജിനൽ കള്ളനെ. അപ്പൊ എന്തായി? അപ്പൊ ഒരു നിരപരാധി മലയാളി പൊളിയാടാ. എന്തായാലും ഈ ഒരു ദൗത്യം ചങ്കുറപ്പോടെ ഏറ്റെടുത്ത് അത് വൃത്തിയായിട്ട് തന്നെ നിർവഹിച്ചു. പിന്നെ അതിന് ഉപരി എല്ലാവരും കട്ടക്ക് നിന്നതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഒരുപാട് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് തെരുവോരങ്ങളിൽ യാചിക്കാൻ ഇറങ്ങിയ ബോച്ചെ, ഒന്നും പറയാല്ല ബോച്ചയെ കുറിച്ച്, കാരണം പറഞ്ഞാൽ തീരില്ല.